Good morning. Today I am discussing next subtopic, the inheritance of one gene. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു ഗ്രിഗർ മെൻഡൽ പയറ് ചെടിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം പയറ് ചെടി പരീക്ഷണത്തിന് വിധേയമാക്കിയതെന്നും മനസ്സിലായി. ആൻഡ് he conducted his experiments for a period of 7 years. 7 കൊല്ലക്കാലത്തോളം പരീക്ഷണം നടത്തി. 1856 തൊട്ട് 1863 വരെ പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു. 7 വർഷക്കാലം. And based on this experiments, Gregor Mendel postulated theories of inheritance in living organisms. ഈ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പാരമ്പര്യ നിയമങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. He selected 7 different characters for his studies. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതല്ലേ എന്തൊക്കെയാണ് 7 characters? Height of the plant, color of the flower, position of the flower, color of the seed, shape of the seed, color of the pod and shape of the pod. Each character had 2 different traits. For example, height എന്നെടുക്കാം. ഹൈറ്റിൻ്റെ 2 traits എന്തൊക്കെയായിരുന്നു? Tall, dwarf. ഓർമ്മയില്ലേ? അങ്ങനെ Gregor Mendel selected 7 characters and illustrated 14 traits in these characters for his experiments. Clear? Now, in the first experiment, ഒന്നാമത്തെ പരീക്ഷണത്തിൽ Gregor Mendel selected true breeding plants. എന്താണ് ഈ ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്? അറിയാം. ഈ ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സിനെയാണ് ക്രോസ് പോളിനേഷൻ നടത്തിയത്. അപ്പോൾ ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ് എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് പയറ് ചെടിയുടെ പൂവിനെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതൊരു ബൈസെക്ഷൽ ഫ്ലവർ ആണ്. വാട്ട് ഡു യു മീൻ ബൈ എ ബൈസെക്ഷൽ ഫ്ലവർ? ദ്വിലിംഗ പുഷ്പം. യു സീ ദ സ്ക്രീൻ. പയറ് ചെടിയുടെ പൂവാണ് സ്ക്രീനിൽ കാണുന്നത്. അതിൽ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് ഒരേ പൂവിൽ തന്നെ. അതുകൊണ്ട് അതെന്താണ്? ഒരു ബൈസെക്ഷൽ ഫ്ലവർ ആണ്. ഈ ബൈസെക്ഷൽ ഫ്ലവറിൽ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. അപ്പം മെയിലുള്ള പോളൻ ഗ്രെയിൻസ് അതേ പൂവിനകത്ത് വീണ് ഇവിടെ സെൽഫ് പോളിനേഷൻ നടക്കുന്നു. സെൽഫ് പോളിനേഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന കായ, വിത്ത്, അതിൽ നിന്നുണ്ടാകുന്ന തൈച്ചെടി അടുത്ത തലമുറകളോളം അതേപോലെ വരികയാണ് സെൽഫ് പോളിനേഷൻ്റെ ഭാഗമായി, അല്ലേ? ഇതിനെയാണ് ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പം മനസ്സിലായോ? ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സ് എപ്പോഴും പ്യോറാണ്. ഇപ്പം ടോൾ എന്ന് പറഞ്ഞാൽ അത് പ്യോർ ടോളാണ്. അങ്ങനെ in his first experiment, Gregor Mendel selected a true breeding tall plant and a true breeding dwarf plant. Dwarf എന്ന് പറയുമ്പോൾ സ്മോൾ, ഹൈറ്റ് ആണ് ഇവിടെ എടുത്ത ക്യാരക്ടർ. അതിൻ്റെ 2 traits ടോളും ഡ്വാഫും. ഇതിനെ ക്രോസ് ചെയ്തു. ക്രോസ് പോളിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ക്രോസ് പോളിനേഷൻ വെച്ചാൽ ഒരു പൂവിലെ പൂമ്പൊടി എടുത്ത് മറ്റൊരു പൂവിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ. ക്രോസ് പോളിനേഷൻ്റെ ഫലമായി ഇവരെന്ത് സൃഷ്ടിച്ചു? ഒരു ഒന്നാം തലമുറയുടെ പേരാണ് ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ. ഫസ്റ്റ് ജനറേഷൻ എന്ത് വിളിക്കുന്നു? F1 generation or first filial generation. ഈ F1 plants were found to be tall. ഈ F1 തലമുറ, ഒന്നാം തലമുറ എന്താണ്? ടോൾ പ്ലാന്റ്സ് ആണ്. അപ്പം നമ്മൾ ഡ്വാഫ് എന്ന ക്യാരക്ടർ എങ്ങോട്ട് പോയി? Gregor Mendel proved that the F1 plants are tall because that is the dominant character. അതായത് the character which is expressed in the F1 generation is dominant and the character which is hidden, ഒളിഞ്ഞിരിക്കുന്നത്, ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ക്യാരക്ടർ ഏതാണ്? ഡ്വാഫ്, അല്ലെ? നീളം കുറഞ്ഞതാണ് ഒളിഞ്ഞിരിക്കുന്നത്. and this character is called as recessive. അപ്പോൾ നമ്മൾ ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടോൾ ആൻഡ് ഡ്വാഫ് പ്ലാന്റ്സ് രണ്ടും ട്രൂ ബ്രീഡിംഗ് ആണ്. പാരൻസ് ട്രൂ ബ്രീഡിംഗ് ടോൾ പ്ലാന്റ്, ട്രൂ ബ്രീഡിംഗ് ഡ്വാഫ് പ്ലാന്റ്. ക്രോസ് ചെയ്തപ്പോൾ ടോൾ പ്ലാന്റ് കിട്ടി. അപ്പോൾ ഡ്വാഫ്നെസ് എന്ന ക്യാരക്ടർ ഹിഡൻ ആയതുകൊണ്ട് ആ ക്യാരക്ടറിനെ നമ്മൾ റെസസീവ് ക്യാരക്ടർ എന്ന് വിളിച്ചു. ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ടോൾ ക്യാരക്ടറിനെ എന്ത് വിളിച്ചു? ഡോമിനൻ്റ് ക്യാരക്ടർ എന്നും വിളിച്ചു. ഇത് ക്ലിയർ ആയോ? ഒന്നാമത്തെ പരീക്ഷണം. In his second experiment, Gregor Mendel self-pollinated the F1 plants and generated F2 generation or second filial generation. അതായത് രണ്ടാമത്തെ പരീക്ഷണത്തിൽ
ഒന്നാം തലമുറയിൽ കിട്ടിയിരിക്കുന്ന പ്ലാന്റ്സിനെ സെൽഫ് പോളിനേറ്റ് ചെയ്തു, സ്വപരാഗണം നടത്തി. അങ്ങനെ രണ്ടാം തലമുറ സൃഷ്ടിച്ചു. ഗ്രിഗർ മെൻഡൽ വാസ് സർപ്രൈസ്ഡ് ടു സീ ദ പ്രോജനി. അതിൽ നിന്നുണ്ടായ തലമുറയെ കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ ആശ്ചര്യം തോന്നിയിരുന്നു ഗ്രിഗർ മെൻഡലിന്. കാരണം അവിടെ ഒന്നാം തലമുറയിൽ പ്രകടമാക്കാതിരുന്ന ഡ്വാഫ്നസ് എന്ന ക്യാരക്ടർ, ഹിഡൻ ആയ അല്ലെങ്കിൽ റെസസീവ് ക്യാരക്ടറായ ഡ്വാഫ്നസ് രണ്ടാം തലമുറയിൽ പ്രകടമാക്കി. ആൻഡ് ഇറ്റ് വാസ് ഇൻ ദ റേഷ്യോ 3:1. അതായത് 4 ചെടികളിൽ, ഈ പ്രോജനിയിൽ 4 എണ്ണത്തിൽ 3 എണ്ണം ടോളും 1 എണ്ണം ഡ്വാഫുമായിരുന്നു. അതായത് 4-ൽ 3 എണ്ണം, 3/4 were found to be tall and 1/4 was found to be dwarf. ഒന്നാം തലമുറയിൽ കാണാതിരുന്ന ഡ്വാഫ്നസ് എന്ന റെസസീവ് ക്യാരക്ടർ ഉണ്ടല്ലോ, രണ്ടാം തലമുറയിൽ പ്രകടമാക്കിയിരിക്കുകയാണ്. ഈ പരീക്ഷണത്തിൽ നിന്ന് ഗ്രിഗർ മെൻഡലിന് മനസ്സിലാക്കാൻ സാധ്യമായത് സംതിങ് ഈസ് പാസിംഗ് ഫ്രം പാരന്റ് ടു പ്രോജനി. അല്ലേ, നമ്മൾ ഇൻഹെറിറ്റൻസ് പഠിക്കുമ്പോൾ പഠിച്ചു. What is inheritance? The passing of characters from parent to progeny is called inheritance. അതേപോലെ ഈ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലായത് something is passing from parent to progeny and Grigor Mendel named it as a factor. And this factor now we call as genes. ഈ ഫാക്ടറിനെയാണ് ഇന്ന് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജീൻസ്. A gene is the fundamental unit of heredity or ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസിൻ്റെ അല്ലെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ജീൻ. ഇറ്റ് ഈസ് ഇൻ ദിസ് ജീൻ ദാറ്റ് ദ ഇൻഫർമേഷൻ ഫോർ എ പർട്ടിക്കുലർ ക്യാരക്ടർ ഈസ് കണ്ടെയ്ൻഡ്. ഈ ജീനിലാണ് ഒരു പ്രത്യേക ക്യാരക്ടറിൻ്റെ, ഒരു സ്വഭാവത്തിൻ്റെ ഇൻഫർമേഷൻ അടങ്ങിയിരിക്കുന്നത്. ആൻഡ് ദിസ് ജീൻ ഹാസ് ഓർ ഇസ് മെയ്ഡ് ഓഫ് ആൻ അലീലിക് പെയർ. അലീൽസ് കൊണ്ടാണ് ജീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. If the allelic pair in a gene, for example capital T എന്ന് പറയുന്നത് pure tall plant gene ആണല്ലോ. If this gene has same allelic pair, ഈ ഇതിലുള്ള alleles രണ്ടും സെയിം ആണ്, capital T ആണ്, then it is homozygous gene. In the case of F1 progeny, ഒന്നാം തലമുറയിൽ കിട്ടിയിരിക്കുന്ന progeny tall ആണ്, പക്ഷേ അതിൻ്റെ ജീൻസ് എങ്ങനെയായിരുന്നു, അലീൽ എങ്ങനെയായിരുന്നു? capital T. മറ്റൊരു അലീൽ എന്താണ്? സ്മോൾ ടി ആണ്, അല്ലേ? അപ്പോൾ ദ അലീലിക് പെയർ ഇസ് ഡിസിമിലർ. ഇവിടെ F1 പ്ലാന്റിലുള്ള അലീലിക് പെയർ എന്താണ്? ഡിസിമിലർ. ദെൻ ഇറ്റ് ഈസ് ഹെറ്ററോസൈഗസ് ജീൻ. അപ്പോൾ ഹോമോസൈഗസിൽ സിമിലർ അലീൽസ് ആയിരിക്കും, ഹെറ്ററോസൈഗസ് ജീനിൽ ഡിസിമിലർ അല്ലെ ഡിഫറെൻറ്റ് അലീൽസ് ആയിരിക്കും. അപ്പോൾ ഹോമോസൈഗസും ഹെറ്ററോസൈഗസും മനസ്സിലായോ? ഇനി ഇതുപോലെ നമ്മളൊരു ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ടോൾനെസ്, പ്യുവർ ടോൾനെസ്സിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്തത്? ക്യാപിറ്റൽ ടി. പ്യുവർ ഡോഫ്നെസ്സിന് എങ്ങനെയാണ്? സ്മോൾ ടി. എങ്കിൽ ടോള് തന്നെ F1 പ്ലാന്റ് എങ്ങനെയാണ്? ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇത് ഇങ്ങനെയുള്ള ജീൻസിൻ്റെ, അലീൽസിൻ്റെ എക്സ്പ്രഷൻ, ജീൻസിൻ്റെ എക്സ്പ്രഷനെ നമ്മൾ പ്രകടമാക്കി കാണിക്കുന്നത് അല്ലെ റിട്ടേണായി കാണിക്കുന്ന ആ എക്സ്പ്രഷനാണ് ജീനോടൈപ്പ്. ജീനോടൈപ്പ് ഇസ് ദ ജെനറ്റിക് മേക്കപ്പ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. What is genotype? Genetic makeup. Capital T അല്ലെ സ്മോൾ ടി എന്നൊക്കെ പറയുന്നത് ജീനോടൈപ്പാണ്. എന്നാൽ ഒരു ഇൻഡിവിജ്വലിന് ടോളാണ്, ഡ്വാഫാണ്, അതെന്താണ്? ഫീനോടൈപ്പാണ്. ഫിസിക്കൽ മേക്കപ്പ് ഓഫ് ആൻ ഓർഗാനിസം ഇസ് കോൾഡ് ഫീനോടൈപ്പ്. ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്, ഡോമിനൻറ്റ് ക്യാരക്ടർ, റെസസീവ് ക്യാരക്ടർ. പിന്നെ ഫാക്ടർ എന്താണെന്ന് പഠിച്ചു, ജീൻ എന്താണെന്ന് പഠിച്ചു, അലീൽ എന്താണെന്ന് പഠിച്ചു, ഹെറ്ററോസൈഗസ് കണ്ടീഷൻ, ഹോമോസൈഗസ് ജീൻ, then genotype, phenotype. I hope you understood well. Thank you for watching this video.